രഘുവേട്ടാ വാ, നമുക്ക് കിടക്കാം. നല്ല മിന്നലുണ്ട്. വാ രഘുവേട്ടാ, എണീറ്റ് വാ ഇങ്ങോട്ട്. രാവിലെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും പോന്നെന്ന് ദൈവത്തിനറിയാം. ഈ മഴ പോലും അതിന്റെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നു. സത്യം വിളിച്ചപ്പോ എനിക്ക് വീടും പൂട്ടി ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഭാഗ്യം. അല്ലെങ്കിൽ കറണ്ട് പോലും ഇല്ലാതെ ഇടിഞ്ഞു വീഴാറായി വീട്ടിൽ ഞാൻ പെട്ടുപോയേനെ. നിങ്ങളുടെ വീട്ടിൽ ഇനി നിങ്ങൾ താമസിക്കരുത് മാനോമേ. ഒന്നുകിൽ ആ വീട് പുതുക്കി പണിയണം, അല്ലെങ്കിൽ അത് പൊളിച്ചു നിരത്തണം. ഞാൻ വിചാരിച്ച ഇതുവല്ലൊന്നും നടക്കുവോ സത്യ? മക്കള് രണ്ടുപേരും ആ സ്വത്തിന്റെ പേരിൽ കാളയും വിടില്ല കയറും വിടില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. അനു ഉള്ളപ്പോ ഭാനുവമ്മ അവളുടെ വീട്ടിൽ തന്നെയല്ലേ താമസം? അതെ, അനു അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോ എന്നോട് അവിടെ കൂടിക്കോളാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ നിന്നില്ല. ഇടയ്ക്ക് സ്വന്തം വീട് ഒന്ന് നോക്കണമല്ലോ. ഇന്നെന്തായാലും അമ്മ ഇവിടെ ഇല്ലാത്തോണ്ട് ഭാനുമ്മയ്ക്ക് അമ്മയുടെ മുറിയിൽ കിടക്കാം. അയ്യോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും പാ വിരിച്ച് കിടന്നോളാം മോളെ. ഞാൻ വന്ന് സുശീലയുടെ മുറി കൈയടക്കിയെന്ന് നാളെ അവള് പറയണ്ട. അമ്മയുടെ മുറി നാളെ മഞ്ചാടിക്കും അവളുടെ ഭർത്താവിനും തുറന്നു കൊടുക്കേണ്ടി വരുമോ എന്തിരേട്ടാ? അതോ അവരെ ഹർഷയുടെ വീട്ടിൽ താമസിപ്പിക്കൂ? അമ്മ എന്താ തീരുമാനിച്ചെന്നറിയില്ല. പക്ഷേ ജീവൻ രാജനെയും മഞ്ചാടിയെയും കല്യാണം കഴിഞ്ഞ് അവൻ്റെ വീട്ടിലെത്തിക്കാനുള്ള പരിപാടികൾ ഞാനും രവിയും കൂടെ ചെയ്തിട്ടുണ്ട്. സോന അവിടെ നിന്നോ, മോളെ ഞാൻ പോയി നോക്കിക്കോളാം. ജീവൻ മഞ്ചാടിയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ലൈഫ് സക്സസ് ആവുമെന്ന് പറയാം. അല്ലാതെ അമ്മയും ഹർഷയും പറയുന്ന റൂട്ടിൽ വീണ്ടും അവൻ പോയാ എവിടെ എത്താൻ പോകുന്നില്ല. രവിയാണല്ലോ. എന്താ രവി? ഇന്ദിര, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നേ. എന്തു പറ്റി? ഹർഷയ്ക്ക് എന്തെങ്കിലും? ഏയ്, ഹർഷയ്ക്ക് കുഴപ്പമൊന്നുമില്ല. സുശീല ആൻറ്റിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദനയോ? എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അതെ രവി, അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇപ്പൊ ഒന്നും പറയാൻ കഴിയില്ല ഇന്ദിര. ഇന്ദിര, നീ എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി, ഞാനിപ്പോ വരാം. എന്താ ഏട്ടാ, അമ്മയ്ക്ക് എന്ത് പറ്റി? എടാ, അമ്മയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. രവി ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുക. അയ്യോ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. സോനെ, നീ കൂടെ അങ്ങോട്ട് വാ. അവിടെ ലേഡീസ് ആരെങ്കിലും വേണ്ടി വരും. ഞങ്ങളും കൂടി വരാൻ ചേട്ടാ. എടാ, എന്റെ വണ്ടി വർക്ക്ഷോപ്പിലാ. നിങ്ങളുടെ വണ്ടി എടുത്തിട്ട് ഞാൻ പോകുന്നേ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവിടെ എത്തിയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. നിങ്ങൾ അപ്പം വന്നാൽ മതി. സോനെ, പെട്ടെന്ന് റെഡിയാവും. ശരിയേട്ടാ. അയ്യോ എന്റെ ഭഗവാനെ. വാശം, സുശീലയെ നെഞ്ചുവേദനയായിട്ട് ഈ അടുത്ത ദിവസം ആശുപത്രി കൊണ്ടുപോയതാ. ദൈവമേ, അവക്കൊന്നും വരുത്തല്ലേ. രവിയേട്ടാ, കാർഡിയോളജിസ്റ്റ് വന്നിട്ട് കുറെ നേരം ആയല്ലോ, എന്താ ഒന്നും പറയാത്തത്? നീ ആവശ്യമില്ലാതെ മനസ്സിന് ടെൻഷൻ കൊടുക്കല്ലേ ഹർഷേ, അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കും. എന്ന് വെച്ച് എനിക്കൊരു മനസ്സില്ല രവിയേട്ടാ. സുശീലാൻറ്റിക്ക് നമ്മുടെ വീട്ടിൽ വെച്ചല്ലേ നെഞ്ചുവേദന വന്നേ. എന്റെ കയ്യിലേക്കല്ലേ അവർ തളർന്നു വീണത്. പാവം, മഞ്ചാട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുമായിരുന്നു ഇതുവരെ. അവസാനം കല്യാണത്തിന് തൊട്ടു മുമ്പ് ഇവിടെ വന്ന് കിടക്കാനാ യോഗം. രവിയേട്ടാ, ആന്റിക്ക് വല്ല അപകടവും പറ്റുമോ? എന്റെ ഹർഷേ, ഹാർട്ടിന്റെ സീനിയർ ഡോക്ടറെ കാഷ്വാലിറ്റിയിലേക്ക് വിളിച്ചു വരുത്തിയത് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. നമ്മൾ ഏതായാലും അതിനെ ആ രീതിയിൽ തന്നെ കാണണം. ഏതായാലും സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞതും ഡോക്ടറെ കിട്ടിയതും ഭാഗ്യം. ആന്റി ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെടുമായിരിക്കും. നീ സമാധാനമായിട്ടിരിക്കേ. ഡോക്ടറെ, അറ്റാക്കാണ്. വൈകാതെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുക.
ഉടനെ ICUലേക്ക് മാറ്റും. തൽക്കാലം വേറെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഒരു 6 മണിക്കൂർ നോക്കിയ ശേഷം നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. ശരി ഡോക്ടർ. താങ്ക്സ് ഡോക്ടർ. പേടിക്കൊന്നും വേണ്ട, നമുക്ക് നോക്കാം. ശരി. എന്റെ കൊച്ച, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. സുശീലെ അവരെ ആശുപത്രിയിൽ എത്തിച്ചല്ലോ, ഇനി അവൾക്ക് കുഴപ്പമൊന്നും വരത്തില്ല. എന്നാലും ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാതിരുന്ന സുശീലാന്റിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചുള്ള കുഞ്ഞമ്മ. ഇപ്പൊ ചെറുപ്പക്കാര് വരെ കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്തയല്ലേ മോളെ നമ്മള് ദിവസവും കേൾക്കുന്നത്. സുശീലയ്ക്ക് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെയും ജീവന്റെ കല്യാണം നടക്കാൻ യോഗമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നടത്താൻ മുന്നോട്ട് വന്ന സുശീലാന്റിക്ക് ഇങ്ങനെ വരുമോ? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല മോളെ. സുശീലയ്ക്ക് വരാനുള്ളത് വന്നു, അതും നിന്റെ കല്യാണം തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നടക്കേണ്ട സമയത്ത് നടക്കുക തന്നെ ചെയ്യും. അതെങ്ങനെയാ കുഞ്ഞമ്മേ? മുന്നിൽ നിൽക്കാൻ സുശീലാന്റി ഇല്ലെന്ന് അറിഞ്ഞാ എന്റെ വീട്ടുകാർക്ക് വീണ്ടും കല്യാണം മുടക്കാനാവില്ലേ? അതിന് സുശീലയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അവള് രാവിലെ തന്നെ ഇങ്ങെത്തില്ലേ. സുശീല ആരാ മോള്? അത്ര പെട്ടെന്നൊന്നും ഒരു വിധിക്ക് അവള് കീഴടങ്ങി കൊടുക്കില്ല. എന്റെ മോള് ധൈര്യമായിട്ടിരിക്കെ. നാളെ നിന്റെ കല്യാണേ സുശീല തന്നെ മുമ്പിൽ നിന്ന് നടത്തിത്തരും. കുഞ്ഞമ്മയല്ലേ പറയുന്നേ. മോള് പോയി സമാധാനായിട്ട് കിടന്നുറങ്ങ്. അതിരാവിലെ എഴുന്നേറ്റ് ഒരുങ്ങേണ്ടതല്ലേ. മോള് ചെന്ന് പ്രാർത്ഥിച്ച് കിടക്ക്.